നമസ്കാരം. മലയാള സിനിമാ ലോകത്ത് വലിയ പെൺപോര് നടക്കുകയാണ്. മൂന്നായി തിരിഞ്ഞിരിക്കുകയാണ് നടീനടന്മാർ. അമ്മയുടെ പ്രസിഡന്റായ ശ്വേത മേനോൻ ഒരു വശത്തും സെക്രട്ടറിയായ കുക്കു പരമേശ്വരൻ മറ്റൊരു വശത്തുമാണ്. ഇതിനിടയിൽ അൻസിബയുണ്ട്, മാലാ പാർവതിയുണ്ട്, നീന കുറുപ്പുണ്ട്. ഇവരുടെയൊക്കെ ഒരു പൊതുവില്ലനായി ടിനി ടോമുമുണ്ട്. നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നത് വ്യത്യസ്തമായ വാർത്തകളാണ്. ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റെന്നതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല. പുറത്തേക്ക് വരുന്ന വാർത്തകളെ വിശ്വസിക്കാനാണെങ്കിൽ ടിനി ടോമിനെ വില്ലനായി തന്നെ നിർത്തണം. ആ വില്ലനെ സംരക്ഷിക്കുന്ന ആൾ എന്ന നിലയിൽ ശ്വേത മേനോനെ വിമർശിക്കണം. ഇരയായ അൻസിബ ഹസനെയും പിന്തുണയ്ക്കുന്ന നീന കുറുപ്പിനെയും ഇപ്പം നിൽക്കുന്ന കുക്കു പരമേശ്വരനെയും പിന്തുണയ്ക്കണം. അതായിരുന്നു എൻ്റെ കഴിഞ്ഞ വീഡിയോയിലെ ലൈൻ. കാരണം ടിനി ടോം എന്ന് പറയുന്ന നടൻ ഒരു നടിയോടെ ജാതിയും മതവും ഒക്കെ പറയുക, അതും പ്രത്യേകിച്ച് ഇസ്ലാമിക രീതിയിൽ ജീവിക്കുന്ന ആളല്ല അൻസിബ ഹസൻ. അവരോട് നിങ്ങൾ മറ്റുള്ളവരെ മതം മാറ്റാൻ പോകുന്നു, ജിഹാദിയാണ് എന്നൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ വിവാദത്തിൻ്റെ എപ്പിസോഡിൽ എൻ്റെ പിന്തുണ പൂർണ്ണമായും അൻസിബ ഹസനായിരുന്നു. മാത്രമല്ല കമ്മ്യൂണിക്കേഷനിൽ വളരെ ആദരവും ബഹുമാനവും തോന്നിയിട്ടുള്ള ഒരു നടിയാണ് നീന കുറുപ്പ്. നീനയോട് സംസാരിച്ചാൽ നമുക്ക് ആദരവ് തോന്നും. ഈ വിഷയത്തിൽ നീന അൻസിബ ഹസനൊപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഭാഗം തന്നെയായിരിക്കും കൂടുതൽ ശരി എന്നാണ് ഞാൻ വിശ്വസിച്ചത്. മാത്രമല്ല ഇത് വലിയ ഗൗരവമുള്ളൊരു വിഷയം എനിക്ക് തോന്നിയില്ല. സിനിമക്കാർക്കിടയിലെ ചില പോരുകൾ അത് വെളിയിലേക്ക് വന്നിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് യാതൊരു പ്രാധാന്യവും തോന്നിയില്ല. എന്നാൽ ഈ ദിവസങ്ങളിൽ ഇതങ്ങ് നീണ്ടുപോവുകയാണ്. പലയിടങ്ങളിലേക്ക് വ്യാപിക്കുന്നു, പോലീസ് ഇടപെടുന്നു, പലരും പോലീസിൽ പോകുന്നു, പോലീസ് മൊഴിയെടുക്കുന്നു, പോലീസിനെതിരെ പരാതി വരുന്നു, ഇവരെല്ലാം ഓരോരുത്തരായി രംഗത്ത് വരുന്നു, പലരും പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. അങ്ങനെ നിരവധി വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇതിനെ അത്ര നിസ്സാരമായി കരുതാൻ കഴിയാത്തതുകൊണ്ട് ഈ വിഷയത്തിലെ എല്ലാ വശത്തുമുള്ള നടീനടന്മാരോട് വിശദമായി സംസാരിക്കാൻ തീരുമാനിച്ചു. ആരോടൊക്കെ സംസാരിച്ചു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ടു വശത്തുമുള്ള നടിമാരോടും നടന്മാരോടും വിശദമായി തന്നെ സംസാരിച്ചു. വളരെ ഖേദപൂർവ്വം പറയട്ടെ, ഒഴിവാക്കാമായിരുന്ന ചെറിയ ചില പ്രശ്നങ്ങൾ ചിലർ വഷളാക്കി ചില അജണ്ട നടപ്പിലാക്കാൻ ശ്രമിച്ചതിൻ്റെ ഇരകളാണ് സിനിമാ ലോകം. ഇവർ മറന്നു പോകുന്നൊരു കാര്യം, സിനിമാ താരങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് താരങ്ങളായതുകൊണ്ടാണ്. ഈ താരങ്ങൾ ഇങ്ങനെ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ഭിന്നത ഉണ്ടാക്കുക, പരദൂഷണം പറയുക, പോലീസ് സ്റ്റേഷനിൽ പോവുക, ഇതൊക്കെ സിനിമാ മേഖലയോടും സിനിമയോടുമുള്ള മനുഷ്യൻ്റെ ഇഷ്ടം നഷ്ടപ്പെടുത്തും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ക്ഷീണത്തിൽ നിന്നും ഒരു വിധത്തിൽ തടിതെപ്പി വരുന്ന മലയാള സിനിമയെ പ്രേക്ഷകരിൽ നിന്നും അകറ്റാൻ മാത്രമേ താരങ്ങൾ തമ്മിലുള്ള കുടിപ്പക കൊണ്ട് കാര്യമുള്ളൂ. ആരുടെയും പക്ഷം ചേരാതെ സത്യം പറയാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ പുരുഷന്മാർ മാറി നിൽക്കണം എന്നൊരു വികാരമുണ്ടാവുന്നു. ആ സാഹചര്യത്തിൽ അത് വലിയ വൈകാരിക വിഷയമായി മാറുന്നു. മത്സരം നടക്കുന്നു. സ്ത്രീകൾക്ക് മുൻഗണനയുള്ള ഒരു കമ്മിറ്റി നിലയിൽ വരുന്നു. പ്രസിഡന്റായി ശ്വേതയും കുക്കു പരമേശ്വരൻ സെക്രട്ടറിയും ട്രഷററായി ഉണ്ണി ശിവപാലും വരുന്നു. ഉണ്ണി ശിവപാൽ അറിയപ്പെടുന്ന ഒരു നടനൊന്നുമല്ല. ലണ്ടനിലായിരുന്നു അദ്ദേഹം കൂടുതൽ സമയം. അദ്ദേഹം പക്ഷേ കഠിന പ്രയത്നം ചെയ്യുന്ന ആളാണ്. ഉണ്ണി ശിവപാലും ജയിച്ചു വരുന്നു. ഇവരൊക്കെ ഒരുവിധം കുഴപ്പമില്ലാതെ പരസ്പരം സഹകരിച്ചു പോകുന്നു. അൻസിബ ഹസൻ എതിരാളികളില്ലാതെ ജയിച്ചു വന്നതാണ്. അൻസിബ ഹസൻ ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുമ്പോൾ പിന്തുണച്ചിരുന്നത് ടിനി ടോം ആയിരുന്നു. അമ്മയിലെ സീനിയർ കമ്മിറ്റി മെമ്പറാണ് ടിനി ടോം. ടിനി ടോമും അൻസിബ ഹസനും തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ദീർഘകാലം. എന്തിനേറെ അൻസിബ ഹസനെതിരെ സരയു മത്സരിച്ചപ്പോൾ സരയുവിനോട് സംസാരിച്ച് അവരെ പിൻവലിപ്പിച്ച് അൻസിബയെ ഏകണ്ഠമായി തെരഞ്ഞെടുക്കാൻ മുൻകൈ എടുത്തതും ടിനി ടോം ആയിരുന്നു. അൻസിബയ്ക്ക് പല സ്പോൺസേഴ്സിനെയും ഏർപ്പാടാക്കി കൊടുത്തതൊക്കെ ടിനി ടോം തന്നെയാണ്. സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഒരു പരാതിയും ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത നടനാണ് ടിനി ടോം. ടിനി ടോമിനെ ടിനി ചേട്ട എന്ന് തന്നെ വിളിച്ചാണ് എല്ലാവരും സൗഹൃദത്തോടെ പെരുമാറിയിരുന്നത്. അതേസമയം ടിനി ടോമിന്റെ കയ്യിൽ ചില വെകിടത്തരങ്ങളുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നാക്കിന് ലൈസൻസ് ഇല്ല. എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ വായിൽ തോന്നുന്നൊക്കെ വിളിച്ചു പറയും. അത് കമ്മിറ്റിയിലാണെങ്കിലും കമ്മിറ്റിക്ക് പുറത്താണെങ്കിലും. കമ്മിറ്റിയിൽ ചില പ്രശ്നങ്ങളുണ്ടായി. അതായത് കുക്കു പരമേശ്വരന്റെ നേതൃത്വത്തിൽ ചില കാര്യങ്ങൾ വേണ്ടതുപോലെ ആലോചിക്കാതെ ചെയ്ത സാഹചര്യമുണ്ടായി. കുക്കു അറിയപ്പെടുന്ന ഇടതുപക്ഷക്കാരിയാണ്. വീണ്ടും പിണറായി വിജയൻ അധികാരത്തിൽ വരുമെന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി പിന്തുണയ്ക്കുകയും ചെയ്ത ആളാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷക്കാരുടെ ചില സ്വഭാവങ്ങളുണ്ട്. നടന്മാർക്ക് മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഒക്കെ കൊടുക്കുന്നൊരു പദ്ധതി, ആ പദ്ധതിയൊന്നും ആരോടും ആലോചിക്കാതെ ചെയ്തു എന്ന ഒരു പരാതിയുണ്ട്. മാത്രമല്ല അവിടെ മൈജി അവരുടെ സ്പോൺസർ ആയിരിക്കുമ്പോൾ അവരോട് ചോദിക്കാതെ ഓക്സിജനോട് സ്പോൺസർഷിപ്പ് കൊണ്ടുവന്നതിനെ കുറിച്ചുള്ള തർക്കങ്ങളുണ്ട്. ഹിയറിംഗ് എയ്ഡ് വിതരണവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളുണ്ട്. ഇവിടെയൊക്കെ ഒരു ഉടക്കിൻ്റെ നിലപാടെടുത്തിരുന്ന ആളായിരുന്നു ടിനി ടോം. എന്തെങ്കിലും കണ്ടാൽ അപ്പോൾ തന്നെ ചാടി അഭിപ്രായം പറയുന്ന സ്വഭാവം ടിനുവിനുണ്ട്. അത് വഷളായി കഴിയുമ്പോൾ ടിനു പറയുന്ന ചില കമൻറ്റുകൾ ചിലർക്കൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട്. ടിനു കോമഡി എന്നാണ് കരുതുന്നത്, പക്ഷേ
കോമഡിയായി പലർക്കും ഫീൽ ചെയ്യാറില്ല. അൻസിബ ഹസനുമായി ബന്ധപ്പെട്ട് DNA ശരിയല്ല എന്ന് പറഞ്ഞു എന്നത് വാസ്തവമാണ്. അങ്ങനെ ഒരു പരാമർശം ടിനു നടത്തിയതാണ്. അതുപോലെ രാജീവ് കുടപ്പന്തുകുന്നും രാജേഷ് നെയ്യാറ്റിൻകരയും അൻസിബയെക്കുറിച്ച് എന്തോ പറഞ്ഞു എന്ന് ടിനു പറഞ്ഞതും ശരിയാണ്. എന്നാൽ ടിനു ആരോപിച്ചതല്ല, അവർ പറഞ്ഞു എന്ന് പറഞ്ഞതാണ്. ഇത് ടിനുവിന്റെ സ്വതസിദ്ധമായ രീതിയുടെ ഭാഗമായി സംഭവിച്ചതാണ്. ഇതിന്റെ പേരിലൊക്കെ ചില അസ്വസ്ഥത ഉണ്ടായിരുന്നെങ്കിലും അൻസിബ ഹസൻ പരാതിപ്പെടാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതിനിടയിൽ അൻസിബ ഹസൻ കുക്കു പരമേശ്വരന്റെ കൂടെ കൂട്ടുകൂടുന്നത്. IFFKയുമായി ബന്ധപ്പെട്ട് ചലച്ചിത്ര അക്കാദമിയുടെ ഭാരവാഹിയാണ് കുക്കു പരമേശ്വരൻ. ആ ഒരു തിരുവനന്തപുരം ട്രിപ്പിൽ അൻസിബ അടിമുടി മാറുകയാണ്. അതിന് കാരണം വീണ്ടും തുടർഭരണം വരും, ടിനി ടോം കോൺഗ്രസ്സുകാരനാണ്, കുക്കു പരമേശ്വരൻ CPM ആണ്, വീണ്ടും തുടർഭരണം വരും, വീണ്ടും ഇടതുപക്ഷത്തിന്റെ കാലമാണ് എന്നൊരു തോന്നലുണ്ടായി. അതോടുകൂടിയാണ് മാറ്റമുണ്ടായതെന്നാണ് ടിനുവിനോട് അടുപ്പമുള്ള ചിലർ പറയുന്നത്. എന്നാൽ ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി ചൂണ്ടിക്കാണിക്കുന്നു. ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് തരികിട സാബുവും അൻസിബ ഹസനും തമ്മിൽ സംഭാഷണമുണ്ടായെന്നും തരികിട സാബുവിന്റെ നിർദ്ദേശപ്രകാരമാണ് അല്ലെങ്കിൽ ഉപദേശപ്രകാരമാണ് അൻസിബ ഹസൻ അതുവരെ ഗൗരവമില്ല എന്ന് പറഞ്ഞ വ്യക്തിപരമായ കാരണങ്ങൾ രാജിവെച്ചു എന്ന് പറഞ്ഞ വിഷയത്തിൽ പരാതിയുമായി രംഗത്ത് വരുന്നത് എന്നുമാണ് സൂചന. ഇതിനെ നീനാക്കുറുപ്പിന്റെ പിന്തുണ ചോദിച്ചിരുന്നു. നീനാക്കുറുപ്പ് അമ്മയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിലും തിരുത്തുന്നതിലും നീനാക്കുറുപ്പിന് താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ ഇതൊക്കെ കൈവിട്ട് പോലീസിലേക്ക് പോകുമെന്നോ പത്രങ്ങളിലേക്ക് വരുമെന്നോ നീനാക്കുറുപ്പ് പറഞ്ഞിരുന്നില്ല. എന്നാൽ എല്ലാം കൈവിട്ടു പോകുന്നു. ചില തൽപര കക്ഷികൾ കൂടെ ഇറങ്ങുന്നു, അവർ ഇത് ഏറ്റുപിടിക്കുന്നു. അതിനിടയിൽ ടിനി ടോം പടിപടിയായി വില്ലൻ വേഷത്തിലേക്ക് മാറുന്നു. ടിനി ടോം അൻസിബ ഹസനെ ജിഹാദി എന്ന് വിളിച്ചു എന്ന് തുടങ്ങിയ ആരോപണങ്ങൾ മനഃപൂർവ്വം ചിലർ വിക്ടിം കാർഡിന്റെ ഭാഗമായി കൂട്ടിച്ചേർത്തതാണ് എന്ന് തന്നെയാണ് സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. DNA ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ജിഹാദി എന്നതും മതം കലർന്നുള്ള ആരോപണമൊക്കെ ഇത് നിറം പിടിപ്പിക്കാൻ വേണ്ടി ചിലർ ഒപ്പിച്ച പണിയാണ്. അവിടേക്കാണ് പതിവ് പോലെ റിപ്പോർട്ടർ ചാനൽ ചാടിയിറങ്ങുന്നത്. റിപ്പോർട്ടർ ചാനലിന് റേറ്റിംഗ് മാത്രമാണ് പ്രശ്നം. അവർ എന്ത് കിട്ടിയാലും റേറ്റിംഗിന് പോകും. അവർ അൻസിബ ഹസനെയും കുക്കു പരമേശ്വരനെയും ഒക്കെ ഏറ്റെടുത്ത് മറുഭാഗത്തെ ചീത്ത വിളിച്ചുകൊണ്ട് രംഗത്തിറങ്ങുന്നു. ഇവിടെ ടിനി ടോമിന്റെ ഭാഗത്ത് കുറച്ചെങ്കിലും ന്യായമുണ്ട് എന്ന് തോന്നാൻ പ്രധാന കാരണം ശ്വേതാ മേനോൻ എടുക്കുന്ന നിലപാടാണ്. ശ്വേതാ മേനോൻ ഒന്നുമല്ലെങ്കിൽ ഒരു വ്യോമസേന ഓഫീസറുടെ മകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ജീവിതാനുഭവവും അവർക്കുണ്ട്. ശ്വേതാ മേനോൻ അറിയാവുന്നവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, നീതിപൂർവമാണ് അവർ സംസാരിക്കുന്നത്. അവർക്ക് പക്ഷമില്ല, അവർ നീതിക്കൊപ്പമാണ് നിൽക്കുന്നത്. അവരെ വ്യക്തിപരമായി അറിയാവുന്നവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ശ്വേതാ മേനോൻ ഇക്കാര്യത്തിൽ ടിനി ടോമിനെ പൂർണ്ണമായും തള്ളിപ്പറയുകയോ പൂർണ്ണമായും ശരിവയ്ക്കുകയോ ചെയ്യുന്നില്ല. ശ്വേതാ മേനോന്റെ നിലപാട് ഇതൊന്നും ഒരു കേസിലേക്കോ വഴക്കിലേക്കോ പോവേണ്ട വിഷയങ്ങളല്ല. ചിലർ അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഇത് വഷളാക്കുന്നതാണ് എന്നാണ്. ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ തുടർച്ചയായി വ്യാജ വാർത്തകൾ കൊടുക്കുന്നു. അതിനിടയിൽ പുരുഷ വേശ്യ എന്നൊക്കെ പറഞ്ഞ് ടിനി ടോമിയെ അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. സാമൂഹ്യ വിപത്ത് എന്ന് പറഞ്ഞ് ടിനി ടോമിന്റെ പൂർണ്ണ വീഴ്ചയ്ക്ക് വേണ്ടി അൻസിബ രംഗത്ത് വരുന്നു. സംഗതി വഷളായി പോകുന്നു. ഞാൻ ടിനിയെ വിളിച്ച് ഇക്കാര്യമൊക്കെ ചോദിച്ചു. ടിനി പറഞ്ഞു, ചേട്ടാ, ഞാൻ എല്ലാം കൃപാസനം മാതാവിന് സമർപ്പിച്ചിരിക്കുകയാണ്, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയാണ്, അമ്മ എന്നെ സംരക്ഷിച്ചോളും, എനിക്ക് ഭാര്യയും മക്കളും ഒക്കെ ഉള്ളതാണ്, എനിക്ക് കുടുംബമുള്ളതാണ്, ഇന്നേവരെ ഒരു സ്ത്രീയോട് മോശമായി പെരുമാറിയിട്ടില്ല, ആരും എന്നെക്കുറിച്ച് അങ്ങനെ പറയത്തില്ല, ഞാൻ അതുകൊണ്ട് ആരെക്കുറിച്ചും ഒരു അഭിപ്രായം പറയുന്നില്ല, ഒന്നും പറയരുതേ എന്ന് അമ്മ എന്ന് പറയുന്ന എൻ്റെ സംഘടന വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല എൻ്റെ അഭിഭാഷകൻ പറഞ്ഞിരിക്കുന്നത് അഭിപ്രായം പറയരുതെന്നാണ്. അതുകൊണ്ട് ചേട്ടാ മറ്റുള്ളവരോട് ചോദിക്കൂ, ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് ടിനി ടോം ഒഴിയുകയായിരുന്നു. വളരെ സങ്കടത്തോടും വേദനയോടും കൂടി പറയട്ടെ, നിസ്സാരമായ വിഷയത്തെ ഈഗോ തീർക്കുന്നതിന് വേണ്ടി ചിലരുടെ താല്പര്യപ്രകാരം ഇത്രയധികം വഷളാക്കിയത് ആരൊക്കെയാണെങ്കിലും അവർക്കൊക്കെ ഇതിൽ ഉത്തരവാദിത്വമുണ്ട്. ടിനി ദയവായി ശ്രദ്ധിക്കുക. ടിനിക്കെതിരെ അതിശക്തമായ ഗൂഢാലോചന നടക്കുന്നുണ്ട്. ഒന്നായിരിക്കത്തില്ല, ടിനി വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമായിരിക്കത്തില്ല കാര്യങ്ങൾ. നിരവധി കേസുകൾ പലരെ കൊണ്ട് ടിനിക്കെതിരെ കൊടുപ്പിക്കാനുള്ള ഗൂഢാലോചന ശക്തമാണ്. പോലീസ് കേസെടുത്തില്ലെങ്കിൽ കോടതിയിൽ പോയി കേസെടുപ്പിക്കാൻ കഴിവുള്ളവരൊക്കെ തന്നെയാണ് ടിനിക്കെതിരെ ഇപ്പോൾ കൂട്ടം കൂടിയിരിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ ഈ വിവാദത്തിൽ പെട്ടുപോയിരിക്കുന്ന നടീനടന്മാരോട് എൻ്റെ അഭ്യർത്ഥന, നിങ്ങൾക്ക് പറ്റിയ പണിയല്ലിത്, പിന്മാറുക. നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലല്ല കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇവിടെ ടിനിക്കെതിരെയുള്ള വലിയ ഗൂഢാലോചന ശക്തമാണ്. ടിനിയെ തകർക്കുക, സിനിമയിൽ നിന്ന് തന്നെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിൽ ചിലർ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. ആ ഗൂഢാലോചനയിൽ നിങ്ങൾ പങ്കെടുക്കാതിരിക്കുക.